നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഗുട്ട്ലി തോ പരായി ഹേ എന്ന പാഠഭാഗത്തിലെ ആദ്യത്തെ ഭാഗം. കനക് ശശി എഴുതിയിരിക്കുന്ന കഥയാണ് ഗുട്ട്ലി തോ പരായി ഹേ. ഒരു പെൺകുട്ടിയുടെ മാനസിക സംഘർഷങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനി ഇതിലെ ഉദ്ദേശിക്കുന്നത് ഇത്രയും നേരം പറഞ്ഞ് നമ്മൾ നിർത്തിയത് എവിടം വരെയായിരുന്നു? ഗുട്ട്ലി അത് കുറച്ച് സന്തോഷിച്ച് രസിച്ച് നടക്കുന്ന സമയത്ത് അമ്മായി ഉപദേശിക്കുന്നതാണ്, അങ്ങനെ നടക്കാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, പെൺകുട്ടികൾ ഒതുക്കത്തിൽ വേണം, ഇങ്ങനെ കുറേ ഉപദേശങ്ങൾ കൊടുക്കുന്ന ഭാഗവും, അതോടൊപ്പം തന്നെ ചേച്ചിയുടെ കല്യാണക്കാർഡ് വന്ന സമയത്തുണ്ടായ ആ കുട്ടിയുടെ പേരില്ലാതെ ജനിച്ച ഉടനെയുള്ള ചേട്ടൻ്റെ മകൻ്റെ പേര് പോലും അതിൽ വന്നു. അപ്പം അതൊന്ന് ചോദിച്ചപ്പോൾ വല്യച്ഛൻ പോലും പറഞ്ഞു അങ്ങനെ പെൺകുട്ടികളുടെ പേര് കല്യാണക്കാർഡിൽ വരില്ല, സ്വന്തം കല്യാണം ആകുമ്പോൾ മാത്രമേ അതിലുണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ അവിടെ നിന്നും വിഷമത്തോട് പറഞ്ഞയക്കുന്ന ഒരു ഭാഗവും വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി അടുത്ത ഭാഗം. ഗുട്ട്ലി रोने लगी तो बुआ ने डांटा, क्या शादी के घर में मनहूसियत फैला रही है? तभी माँ ने अपने हाथ से उसका नाम कार्ड पर लिख दिया. ये अक्षर छपाई जैसे नहीं थे, फिर भी गुटली माँ के प्यार से मान गई. ഗുട്ട്ലി रोने लगी. ഗുട്ട്ലിക്ക് കരച്ചിൽ വന്നു. കാരണം പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? തേരാ അപ്നെ കാർഡ് മേൻ ചപ്പേക യഹാ നഹിം, നിന്റെ സ്വന്തം കാർഡിൽ, അതായത് സ്വന്തം കല്യാണം ഉണ്ടാവുന്ന സമയത്തെ കാർഡിൽ പേരുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ ആ വാക്ക് കേട്ടപ്പോൾ ഗുട്ട്ലി रोने लगी. ഗുട്ട്ലിക്ക് കരച്ചിൽ വന്നു. തോ ബുവാനെ ഡാണ്ട, അപ്പൊ അമ്മായി വീണ്ടും ഡാണ്ടന, ചീത്ത പറയാൻ തുടങ്ങി. ക്യാ ഷാദി കെ ഘർ മേ മൻഹൂസിയത്ത് ഫൈലാ രഹി ഹെ. മൻഹൂസിയത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും അമംഗളകരമായത് എന്നർത്ഥം. അതായത് സന്തോഷകരമായ ഒരു അന്തരീക്ഷമാണ് അവിടെ ഒരു കല്യാണവും സംഭവമൊക്കെ നടക്കുന്ന സമയത്ത്. മൻഹൂസിയത്ത് മുഖം വീർപ്പിച്ചിരുന്ന് ഒരു അമംഗളമാക്കുക, സമാധാനമില്ലാതെ, അശാന്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനാണോ ഈ ശ്രമിക്കുന്നത്? ഫെയിലാന നമ്മളെ പരത്തുക. തബി മാനെ അപ്നെ ഹാത്ത് സെ ഉസ്കാ നാം കാർഡ് പർ ലിഖ് ദിയ. അമ്മയ്ക്ക് അത് കണ്ടപ്പോൾ കുട്ടിയോടുള്ള അറ്റാച്ച്മെന്റ്, ആ അടുപ്പം കാരണം അമ്മ വേഗം ആ കാർഡ് എടുത്തിട്ട് ലിഖ് ദിയ, ആ കുട്ടിയുടെ പേര് അതിൽ എഴുതി ചേർത്തു. ഏ അക്ഷർ ചപ്പായി ജേസെ നഹിന്തേ. ചപ്പായി എന്ന് അച്ചടിച്ചു വരിക. അക്ഷരങ്ങൾക്ക് അച്ചടിയുടെ പോലെ ആയിരുന്നില്ല എങ്കിലും ഗുട്ട്ലി മാക്കെ പ്യാർസേ മാൻഗൈ, പക്ഷെ അമ്മയ്ക്ക് തന്നോട് സ്നേഹമുണ്ട് എന്ന് കുട്ടി അവിടെ മനസ്സിലാക്കി. പർ അബ് തോ ഹദ് ഹോ ഗയി और गुटली चुप रहने वालों से नहीं है. वह अपनी दीदी के साथ बिताए मजेदार दिनों की याद करने लगी. पर अब तो हद हो गई. ഹദ് എന്ന പരിധി, അതായത് എല്ലാത്തിനും ക്ഷമിക്കാൻ ഒരു പരിധി എന്നൊക്കെ പറയില്ലേ. അപ്പൊ എന്ത് ചെയ്യുമ്പോഴും കുട്ടിക്ക് ബുദ്ധിമുട്ടും വിഷമം മാത്രമേ ഉള്ളൂ. അപ്പൊ കുട്ടിക്ക് അത് സഹിക്കണേന്റെ അപ്പുറം ഒരു പരിധി ഉണ്ട് എന്ന് കുട്ടി വിചാരിക്കുക. ഗുട്ട്ലി ചുപ് രഹനെ വാലോं से नहीं है. ഗുട്ട്ലി ഒരിക്കലും മിണ്ടാതിരിക്കുന്ന ഒരു വ്യക്തിയുമായിരുന്നില്ല. കാരണം കണ്ടതിനെതിരെ പ്രതികരിക്കും. അപ്പോൾ മിണ്ടാതിരിക്കാനും കുട്ടിയെ കൊണ്ട് സാധിച്ചില്ല. വഹ് അപ്നെ ദീദിക്ക് സാത്ത് ബിത്തായേ, ബിത്താന നമ്മളെ ചിലവഴിക്കുക, തൻ്റെ ദീദി ചേച്ചി, തൻ്റെ ചേച്ചിയോടൊപ്പം ചിലവഴിച്ച മസേദാർ ദിനോക്കി യാദ് കർണേ ലഗി. മസേദാർ രസകരമായ, യാദ് ഓർമ്മ. താൻ ചേച്ചിയോടൊപ്പം കല്യാണം കഴിഞ്ഞ് ചേച്ചി പോയി, അപ്പൊ അതിന് മുൻപ്, കല്യാണത്തിന് മുൻപ് ചേച്ചിയോടൊപ്പം ചെലവഴിച്ച രസകരമായ കുറെ കാര്യങ്ങളെ കുറിച്ച് കുട്ടി ചിന്തിക്കാൻ തുടങ്ങി. സാത്ത് സാത്ത് കഹാനിയാ പഠന. ഇനി ആ കുട്ടി ഓർമ്മയിൽ വന്ന കുറച്ച് കാര്യങ്ങൾ ഇതാണ്. സാത്ത് സാത്ത് കഹാനിയാ പഠന, ഒരുമിച്ചിരുന്നുകൊണ്ട് കഥാപുസ്തകങ്ങൾ, കഥകൾ വായിക്കുക. ഗാനേ ഗാന, പാട്ടുകൾ പാടുക. ചിത്ര ബനാന, പടം വരയ്ക്കുക. മസ്തീകരണ, സന്തോഷിക്കുക. ഓർ ഖൂബ് ഹസ്ന, നല്ല പോലെ ചിരിക്കുക. അപ്പൊ ചേച്ചിയോടൊപ്പം ഇതുപോലെ നല്ല നല്ല രസകരമായ കുറെ കാര്യങ്ങൾ ചെയ്തിരുന്നു. അത് ആ കുട്ടി ഓർക്കാനായിട്ട് തുടങ്ങി. पर शादी के 3 दिन बाद जब दीदी घर आई तो एकदम बदल चुकी थी. ना पहले जैसी मस्ती खो ना बातूनी. അപ്പൊ ഇത്രയും കാലം ചേച്ചി വളരെ സന്തോഷിച്ച് നടന്നിരുന്ന, ചിരിച്ച് പൊട്ടിച്ചിരിച്ച് ഉറക്കെ സംസാരിച്ച് നടന്നിരുന്ന ചേച്ചിയാണ്. പക്ഷേ ഷാദിക്ക് 3 दिन बाद, 3 ദിവസം കല്യാണം കഴിഞ്ഞ് 3 ദിവസത്തിന് ശേഷം, ജബ് ദീദി ഘർ ആയി തോ, തിരികെ സ്വന്തം വീട്ടിലേക്ക് വന്ന സമയത്ത്, എക്ദം ബദൽ ചുക്കിതി, പൂർണ്ണമായും ബദൽ ചുക്കിതി, മാറിയിരുന്നു എന്ന് പറയാണ്.
പെഹലി ജേസി മസ്തിഖോർ, പണ്ടത്തെ പോലെ തന്നെ ആദ്യം ആ കുട്ടി വളരെയധികം സന്തോഷിച്ചിരുന്നു. അപ്പൊ വളരെയധികം സന്തോഷിച്ചിരുന്ന മസ്തിഖോർ, തമാശ രസകരമായി നടന്നിരുന്ന ചേച്ചി ന പെഹലെ ജേസി മസ്തിഖോർ ആയിരുന്നില്ല. ന ബാത്തൂനി, ബാത്തൂനി സംസാരിക്കുക, നല്ലപോലെ സംസാരിക്കും. ന ബാത്തൂനി പറഞ്ഞാൽ സംസാരിക്കാതെ, അപ്പൊ വളരെ ഒതുങ്ങി എന്നുള്ള അർത്ഥത്തിൽ പറയാണ്. അപ്പോ സാഡി പെഹൻ സിമട്ടി സിമട്ടി രഹനയിലേക്ക് എത്തി. സിമട്ടി നമ്മൾ ഒതുങ്ങിയിരിക്കുക എന്നർത്ഥമുണ്ട്, ഇവിടെ നാണിച്ചിരിക്കുക. ഇപ്പോൾ സാരിയൊക്കെ ധരിച്ച് ഒതുങ്ങി വളരെ ഒതുക്കത്തോടു കൂടിയായി പെരുമാറ്റം. और तो और जिस भाई को वह नक्टू कहकर बुलाती थी, ഏത് സഹോദരനെയാണോ നക്ടു എന്ന് വിളിച്ച് ഇരുന്നത്, അപ്പോ സ്വന്തം സഹോദരനെ നക്ടു എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിച്ചിരുന്നു. അപ്പോൾ കളിയാക്കിയിട്ട് ഇരട്ട പേരിട്ട് വിളിക്കാന്നൊക്കെ പറയും. നക്ടു എന്ന പേരിട്ടിട്ടാണ് സഹോദരനെ, മൂത്ത സഹോദരനെ കളിയാക്കി വിളിച്ചിരുന്നത്. അവർ അബ് വഹ് ഭയ്യ കഹനെ ലഗി തി, അങ്ങനെ നക്ടു എന്ന് വിളിച്ച് കളിയാക്കിയിരുന്ന ചേട്ടനെ ഇപ്പോൾ ഭയ്യ, സഹോദരൻ, ചേട്ടൻ എന്ന് പറഞ്ഞ് വിളിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു കാഴ്ച. हालांकि शादी तो भैया की भी हुई है, पर अब वह अपने दोस्तों के साथ क्रिकेट खेलता है, गाने में नखरे और पहले से भी ज्यादा करने लगा है. അപ്പോൾ കുട്ടിക്ക് തോന്നുന്നു ഹാലാക്കി എങ്കിലും ഷാദി तो भैया की भी हुई, ഈ സഹോദരന്റെയും കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. पर अब वह अपने दोस्तों के साथ क्रिकेट खेलता है, പക്ഷേ സഹോദരനാണെങ്കിൽ എങ്ങനെയാ, മറ്റു പതിവ് പോലെ പണ്ടത്തെ പോലെ തന്നെ കല്യാണത്തിന് മുമ്പ് കൂട്ടുകാരോടൊപ്പം ക്രിക്കറ്റ് കളിക്കാൻ പോയിരുന്നു. ആ ക്രിക്കറ്റ് കളി ഇപ്പോഴും നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഖാനേമേ നക്കരെ പെഹലെ ജേസെ, കോമാളിത്തരം കാണിക്കാന്നൊക്കെ പറയും. അപ്പോൾ ഓരോന്ന് കാണിച്ച് രസിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഓരോന്ന് കാണിച്ചിരുന്ന ചേട്ടൻ ഇപ്പോഴും പെഹലേസെ ബി ജ്യാദ കനലക, ഒന്നും കൂടി കൂടുതൽ കാണിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അവർ വഹ അബീബി ദീദിക്കോ ചുഹിയ പുലാത്താഹെ, അപ്പൊ ചേച്ചിയെ ഇരട്ടപ്പേരുടെ എലി എന്നാ വിളിച്ചിരുന്നത്. ആ എലി എന്ന പേര് ഇപ്പോഴും വിളിക്കുന്നുണ്ട്. അപ്പൊ ചേച്ചി പൂർണ്ണമായും മാറി കല്യാണത്തിന് ശേഷം, എങ്കിൽ ചേട്ടനെ കല്യാണത്തിന് ശേഷം തീരെ മാറ്റം ഉണ്ടായിട്ടില്ല എന്നാണ് കുട്ടി ആ വേർതിരിവിൽ നിന്നും മനസ്സിലാക്കിയത്. സബ് കുച്ച് കിത്ന ഊട്ട് പട്ടാങ് ഹേ, അത് ഊട്ട് പട്ടാങ് കേറ്റ റക്കം എന്നർത്ഥം, അത് ക്രമമല്ലാത്തത് എന്നർത്ഥം, അതായത് വിരോധാഭാസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ രണ്ടും തമ്മിൽ എന്തൊരു വ്യത്യാസമാണ്. ദേർ രാത് തക് യഹി സബ് സോച്ച് രഹി ഗുട്ട്ലി, ഫിർ കുച്ച് സോച്ച് മുസ്കുരായി ഔർ സോ ഗയി. ദേർ തക്, വളരെ രാത്രി മുഴുവനും കുട്ടി ഇതെന്നെ ആലോചിച്ചുകൊണ്ട് കിടന്നു. ഫിർ കുച്ച് സോച്ച്, പിന്നെ എന്തോ ആലോചിച്ച്, മുസ്കുരായി എന്തോ ചിരിച്ചു, അതിനുശേഷം സോ ഗയി, പിന്നെ കുട്ടി ഔർ സോ ഗയി ഉറങ്ങി. സുബഹ ഗുട്ട്ലി ഉഠി और समय से काफी पहले ही स्कूल के लिए तैयार हो गई. പ്രഭാതമായപ്പോൾ ഗുട്ട്ലി എഴുന്നേറ്റു. സമയസെ കാഫി പെഹലെ, പതിവിൽ വിരുദ്ധമായി കുറെ കൂടി നേരത്തെ കുട്ടി പുറപ്പെട്ടു, സ്കൂളിലേക്ക് പുറപ്പെട്ടു. അവർ ഖിഡ്കിസെ ബഗീച്ചേക്കോ നിഹാറിനെ ലഗി, നിഹാർ നമ്മൾ നോക്കിക്കാണ്, ജനാല, ഖിഡ്കി ജനാല, ജനാലയിൽ കൂടെ പൂന്തോട്ടത്തിലേക്ക് ഒന്ന് എത്തിച്ചു നോക്കി. തബി പാപ്പ ആയി, അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് അച്ഛൻ വന്നു. और बोले, എന്നിട്ട് പറയാണ്, बेटा आज पौधों को पानी नहीं पिलाया क्या? नट्टू मतलब भैया से कहो, यह सब उसी का है तो वही करे, और वैसे भी मैं तो पराया धन हूँ, गुटली तपाक से बोली. അച്ഛൻ പറയാണ് വന്നിട്ട്, आज पौधों को पानी नहीं पिलाया क्या, അതേ ചെടി നനച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പോ മറുപടി പറഞ്ഞു, നട്ടു മത്ലബ് ഭയ്യ, സഹോദരനില്ലേ, കഹോ അദ്ദേഹത്തിനോട് പറഞ്ഞോളൂ. യഹ് സബ് ഉസീക ഹൈ, ഈ കാണുന്നതെല്ലാം അദ്ദേഹത്തിൻ്റെയാണ്, സഹോദരൻ്റെയാണ്. തോ വഹീ കരെ, അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹം തന്നെ എല്ലാം ചെയ്തോട്ടെ. ഓർ വേസെ ബി മേ തു പരായാധൻ ഹും, ഞാനാണെങ്കിലോ പരായ, വേറൊരാളുടെ, അന്യന്റെ സ്വത്തല്ലേ, സമ്പാദ്യമല്ലേ. ഗുട്ട്ലി തപ്പാക്സെ പോലി, പെട്ടെന്ന് തന്നെ, തപ്പാക്സെ ജൽദി എന്നർത്ഥം, വേഗത്തിൽ തന്നെ, പെട്ടെന്ന് തന്നെ ഒരു മറുപടി പറഞ്ഞു. തബി ചൗക്കേസെ തായിജിക്ക് ആവാസായി, ഗുട്ട്ലി അപ്പനെ താവുജിക്കോ ചായ് ദയാ. അപ്പോഴേക്കും ചൗക്കേസ്, ചൗക്ക അടുക്കള, അപ്പോൾ അടുക്കളയിൽ നിന്നും തായിജി, വലിയ മേഴ ശബ്ദം കേട്ടു. ഗുട്ട്ലി അപ്പനെ താവുജിക്കോ, ഗുട്ട്ലിയോട് വിളിച്ച് പറയാണ്, വലിയച്ഛനെ ചായ കൊണ്ടു കൊടുക്കൂ. ഗുട്ട്ലി ധീരെ ധീരെ ചൗക്കയ്ക്ക് ദഹലീജ് തക്കായി, വാതിൽ ഉമ്മർപ്പടി എന്നൊക്കെ പറയില്ലേ, വാതിലിന്റെ അടുത്ത് വന്ന് നിന്നിട്ട്, അടുക്കളയുടെ വാതിലിന്റെ അടുത്ത് നിന്നുകൊണ്ട് ഗുട്ട്ലി പറയാണ്,
देखिए ताई जी मैं पराई हूं यानी मेहमान मुझसे काम करवाना कुछ अच्छी बात नहीं है. ഗുട്ട്ലി പറഞ്ഞു, വല്യമ്മേ മേ പരായി ഹും, ഞാൻ അന്യൻ്റേതല്ലേ. ഞാനീ മെഹമാൻ, അങ്ങനെയാണെങ്കിൽ ഞാൻ അതിഥിയാണ്, മെഹമാനാണ്. മുജ്സെ കാം കർവാന കുച്ച് അച്ചി ബാത് നഹി, എന്നെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് അത്ര നല്ലതല്ല. ताई जी ने गुटली की तरफ देखा और हा हा कर चाय देने चली गई. തായിജി വല്യമ്മ കുട്ടിയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് ചായ കൊടുക്കാനായിട്ട് പോയി. माँ गुटली को अभी टिफिन पैक करने को बोलने वाली थी पर यह सब सुनकर खुद ही करने लगी. അമ്മ ആ സമയത്ത് കുട്ടിയുടെ ഭക്ഷണം സ്കൂളിലേക്ക് പോകേണ്ട ടിഫിൻ ബോക്സ് തയ്യാറാക്കാനായിട്ട് കുട്ടിയോട് പറയാനിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അടുക്കളയിൽ നിന്നുള്ള ഈ വർത്തമാനം കേട്ടപ്പോൾ ഖുദ് കർണേ ലഗി, അവർ തന്നെ സ്വയം അത് പാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. തബി ഭയ്യ ആ ഗയ, അപ്പോഴേക്കും സഹോദരൻ അവിടേക്ക് വന്നു. ഗുട്ലിയ അപ്പനി നാനുക്കു ഖാന നഹി ദിയ, നാനു വീട്ടിൽ വളർത്തുന്ന പട്ടിയാന്ന് പറഞ്ഞല്ലോ, അപ്പൊ ആ പട്ടിക്കുട്ടിക്ക് നീ എന്തേ ഭക്ഷണം കൊടുക്കാഞ്ഞത് ചോദിച്ചു. देखो भाई साहब आप कुलदीपक हो, यह घर यह बगीचा और यह नानू सब आपका ही है, तो बेहतर होगा आप ही इन सब की देखभाल करें. और वैसे भी तो मैं तो पराई धन हूँ, पराई अमानत हूँ. കുട്ടി മറുപടി പറയാണ്, देखो भाई साहब, സഹോദരനെ വിളിച്ചേട്ടാ, आप कुलदीपक हो, ഈ കുടുംബത്തിന്റെ ഈ വീടിന്റെ വിളക്ക് നിങ്ങളാണ്. യഹ് ഘർ ഈ വീട്, യഹ് ബഗീച്ച ഈ പൂന്തോട്ടം, യഹ് നാനു ഈ പട്ടിക്കുട്ടി അടക്കം, സബ് ആപ്കാ ഹി ഹേ എല്ലാം നിങ്ങളുടെയാണ്. തോ ബെഹത്തർ ഹോഗ, ബെഹത്തർ നല്ലത്, ഏറ്റവും നല്ലത് ഇതാണ്. ആപ് ഹി യഹ് സബ് കി ദേഖ്ഭാൽ കരെ, ദേഖ്ഭാൽ കാരണം സംരക്ഷിക്കുക, ഇതിനെല്ലാം നോക്കി നടത്തി ഇതിനെയൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം താങ്കളുടേതാണ്, അതാണ് ഏറ്റവും നല്ലത്. ഓർ വൈസേ ഭി തോ മേ പരായി ധൻ ഹൂം, പരായി അമാനത്ത് ഹും, ഞാൻ മറ്റൊരാളുടെ സമ്പാദ്യമല്ലേ, സ്വത്തല്ലേ. സബ് മുഹ്ബായും गुटली को देखते रहे और गुटली टिफिन बैग उठाकर स्कूल के लिए चल दी. സബ് മുഹ്ബായും കാരണം പറഞ്ഞാൽ വായ തുറന്നു പിടിക്കുക, അത്ഭുതം, ഇതെന്താ പെട്ടെന്ന് കുട്ടിക്ക് ഒരു രാത്രി കൊണ്ടുള്ള മാറ്റം കണ്ടപ്പോൾ ഒരു അത്ഭുതത്തോടുകൂടി വായ തുറന്നു പിടിച്ചു നിന്നു. അവർ ഗുട്ട്ലി ടിഫിൻ ബാഗ് ഉठाकर, യാതൊരു കൂസലുമില്ലാതെ ഗുട്ട്ലി തൻ്റെ ടിഫിൻ ബോക്സ് ബാഗിലാക്കി വെച്ചുകൊണ്ട് സ്കൂൾ കേലിയെ ചെല്ലി, സ്കൂളിലേക്കായിട്ട് കുട്ടി അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇത്രയും ഭാഗമാണ് ഈ പാഠഭാഗത്തിലെ. അപ്പോൾ പാഠം നല്ല പോലെ വായിക്കുക മാത്രമല്ല ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഒരു ഡയറി വരാം, ലെറ്റർ വരാം, അപ്പോൾ അത് പോസ്റ്ററൊക്കെ വരാം. അപ്പോൾ അതൊക്കെ തരാം. അപ്പോൾ അതിന് മുമ്പ് പാഠം നല്ലപോലെ വായിക്കുക, സൈഡിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും തരാം. ഓക്കെ, താങ്ക് യു.